കുറേ നാളായി യൂട്യൂബിലെ വീഡിയോസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് തൃശ്ശൂരിലേക്കാണ് വർക്ക് വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് എടുത്തു വയ്ക്കുന്ന വീഡിയോസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും ഫസ്റ്റ് വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇത്രയും ദൂരെ കൂടി ആകുമ്പോഴേക്കും സാധനങ്ങൾ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ ബൈ ചാൻസ് നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു 7 o'clock 7:30 തൃശ്ശൂർ ചെറുങ്കുഴിയിലാണ് നമുക്ക് ഇന്നത്തെ വർക്ക് വരുന്നത്. അപ്പോൾ പൊതുവേ ഞാൻ നിയറസ്റ്റ് പ്ലേസ് കൊച്ചിയിൽ വരുമ്പോഴേക്കും യൂബർ എടുത്തിട്ട് തനിയാണ് പോകാറുള്ളത്. പക്ഷേ ലോങ് വരുമ്പോഴേക്കും എന്തായാലും ഞാനും ഹസ്ബൻഡും എൻ്റെ കുഞ്ഞുമായിട്ടാണ് പോകാറുള്ളത്. ഇൻസ്റ്റഗ്രാമിലെ എൻ്റെ പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മളുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം ഞങ്ങൾ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. അതുകൊണ്ട് തന്നെ ഒരു 10:30 ആയപ്പോഴാണ് ഡിന്നർ വരെ കഴിക്കാൻ വേണ്ടിയിട്ട് കാർ നിർത്താൻ പറ്റിയത്. അതിനിടയിൽ കുഞ്ഞ് ഉറങ്ങിപ്പോയായിരുന്നു. ഞങ്ങൾ കംപ്ലീറ്റ്ലി ട്രാവലിങ്ങിൽ തന്നെയാണ്. അപ്പോൾ മോള് ലൈറ്റ് അടിക്കുമ്പോൾ ഒന്ന് കണ്ണ് തുറക്കുന്നുണ്ട്. ആൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങളങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഏകദേശം ഫുഡ് കഴിക്കാനുള്ള അടുത്ത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കും ആളൊന്ന് കണ്ണ് തുറന്നു. തൃശ്ശൂരിലേക്ക് പോകുന്ന വഴി തന്നെയുള്ള ഈ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ ഞാൻ കുഞ്ഞും ഹസ്ബൻഡൊക്കെ ആയിട്ട് കയറി ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ റൂമിലെത്തി. സ്റ്റേ ചെയ്യേണ്ട സമയത്ത് റൂംസ് നമുക്ക് ബ്രൈഡ്സ് തന്നെയാണ് അറേഞ്ച് ചെയ്യാറുള്ളത്. പിന്നെ ഞങ്ങൾ ലഗേജ് എല്ലാം എടുത്തേക്ക് ചെന്നു. റൂമിൽ ചെന്നതിന് ശേഷം കുഞ്ഞുറങ്ങിപ്പോയായിരുന്നു. ആളെ അവിടെ സെറ്റാക്കി ഞാൻ നാളത്തേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. രാവിലെ 10 മണിക്ക് നമ്മുടെ ബ്രൈഡിന് റെഡിയായി കഴിയണം. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേ ഓപ്ഷൻ എടുത്തത്. സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് തന്നെയായിരുന്നു. പിന്നെ മോൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. മോളങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ആ സമയപ്പോൾ എഴുന്നേറ്റിട്ട് പിന്നെ ഞങ്ങൾ ഏകദേശം റൂമിലേക്ക് സെറ്റായി. എനിക്കെപ്പോഴും മോർണിംഗ് വർക്ക് ഉള്ളപ്പോഴേക്കും ഉറങ്ങുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഉറങ്ങിപ്പോവോ, രാവിലെ എഴുന്നേക്കാൻ പറ്റുമോ. ഏകദേശം ഞാൻ ഒരു 4 മണിയോടെ റെഡിയായി. അപ്പോൾ ഇയാളാണ് നമ്മളുടെ ഇന്നത്തെ ബ്രൈഡ്, മരിയ ഒരു CA-കാരിയാണ്. മരിയയുടെ ഭാവി ഹസ്ബൻഡിൻ്റെ പേര് വരുന്നത് ലെസ്ലിൻ. ആൾ വർക്ക് ചെയ്യുന്നത് കാനഡയിലാണ്. അപ്പോൾ ഓൾറെഡി മരിയയ്ക്ക് എങ്ങനെ റെഡി ആവണം എന്നുള്ളതിനൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ തന്നെ ഉണ്ടായിരുന്നു. അതെന്നെ വളരെ ഹെൽപ്പ് ചെയ്തു. എപ്പോഴും ബ്രൈഡ്സിന് അവരെടുക്കുന്ന കോസ്റ്റ്യൂം, പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ബ്രൈഡ്സിനോട്, കോസ്റ്റ്യൂം എടുത്ത് കഴിയുമ്പോഴേക്കും ജസ്റ്റ് എനിക്കൊരു ഫോട്ടോ അയച്ച് തരണം കേട്ടോ. കാരണം ചില ബ്രൈഡ്സിന് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരാറില്ല. അവർക്ക് എങ്ങനെ മേക്കപ്പ് വേണം, എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് ആപ്റ്റായിട്ടുള്ളത് വളരെ അടിപൊളിയായിട്ട് അവർ ജ്വല്ലേഴ്സൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് മരിയയ്ക്ക് എങ്ങനത്തെ മേക്കപ്പ് വേണം, എങ്ങനത്തെ എന്ത് കാര്യത്തിനും, ഇപ്പോൾ ഒരു ആക്സസറീസ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണെങ്കിലും എല്ലാത്തിനും ആളെന്നെ വിളിച്ച് ചേച്ചി ഇങ്ങനെ എടുക്കട്ടെ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ആളുടെ ഈ ഒരു മാലയൊക്കെ ആ ഡ്രസ്സുമായിട്ട് വളരെ അടിപൊളിയായിട്ട് വരുന്നുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുമ്പോഴും ആക്സസറീസ് സെലക്ട് ചെയ്യുമ്പോഴും മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോഴും എപ്പോഴും ഒന്നിൻ്റെയും ഭംഗി കളയാതെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഭംഗി വരുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടും. സോ മേക്കപ്പ് എല്ലാം ഫിനിഷ് ചെയ്തു. ഞങ്ങൾ പിന്നെ ഇപ്പോൾ ആക്സസറീസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മരിയോടൊപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ യൂട്യൂബിലെ ഷോർട്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. ഒരു ഡീറ്റെയിൽ വീഡിയോ എല്ലാവരും തന്നെ, മിക്കവാറും എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ പറയാറുണ്ട്, യൂട്യൂബിലെ വീഡിയോസ് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ചെയ്യടാ. കാരണം കൂടുതൽ ബ്രൈഡ്സൊക്കെ ഇൻസ്റ്റഗ്രാമിലാണ് നമ്മളെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെർച്ച് ചെയ്യുന്നതിൽ ബ്രൈഡ്സിൻ്റെ അമ്മമാർക്ക് വലിയൊരു പങ്ക് തന്നെ ഉണ്ടല്ലോ. സോ അമ്മമാർ കൂടുതലും യൂട്യൂബിലായിരിക്കും നിൽക്കുക. സോ അങ്ങനെ ചെയ്യുന്നൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ മരിയോട് പറഞ്ഞു, നല്ല കാര്യം ചേച്ചി, നല്ല തുടക്കമാണ് എന്നൊക്കെ പറഞ്ഞു. ആൾ എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തു. സോ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയൊരു പണി കിട്ടി. സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? KCB ചതിച്ചതാന്നേ. കറണ്ട് പോയി വൈകിട്ട് 5:30 വരുള്ളൂ. നമുക്കാണെങ്കിലും മേക്കപ്പ് തീർത്തിട്ട് ഏകദേശം ഒരു 11 o'clock തന്നെ മരിയയ്ക്ക് റെഡിയായി കഴിയാൻ വേണം. ശരിക്കും വളരെ ടാസ്ക് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. പലപ്പോഴും പല മേക്കപ്പ് ആർട്ടിസ്റ്റും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ കരിയറിൽ ഇത് ഫസ്റ്റ് ടൈമായിരുന്നു. പക്ഷേ ഏറ്റവും വലിയൊരു ഹെൽപ്പായത് ഞങ്ങളുടെ റൂം മരിയ എടുത്ത് തന്നത്
അവരുടെ വീടിനോട് നിയറസ്റ്റ് തന്നെയായിരുന്നു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് നോക്കിയപ്പോൾ ആൾ പറഞ്ഞു അവിടെ ലൈറ്റ് ഉണ്ട്, അവിടെ കറണ്ടൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ തന്നെ വേഗം പാക്ക് ചെയ്തു, റൂമിലേക്ക് വന്നു. റൂമിൽ വന്നിട്ട് ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്തു. അപ്പോഴാണ് സമാധാനമായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഈ ഒരു ഡേ മറക്കില്ല. ആദ്യമായിട്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യുമ്പോഴേക്കും കറണ്ട് എത്രത്തോളം ആവശ്യമാണ്, അതിലേക്ക് ഏറെ ആവശ്യമാണ്. ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊരു പ്രോസസ്സിങ്ങിനും ക്രിമ്പിങ്ങിനും എല്ലാത്തിനും നമുക്ക് കറണ്ട് ഉണ്ടായേ പറ്റൂ. കൂടാതെ എപ്പോഴും ബ്രൈഡ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, റൂമിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്കാണ് ബ്രൈഡ്സിനെ റെഡിയാക്കാൻ വേണ്ടി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വരുന്നതെങ്കിൽ നിങ്ങളൊരു ജനറേറ്ററോ ഇൻവെർട്ടറോ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുക. പ്ലസ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡ്രയർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കറണ്ട് വലിക്കുന്ന ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ ലുക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മരിയ വളരെ ഹാപ്പി ആയിരുന്നു വർക്ക് ചെയ്തതിൽ. ഞാനും വളരെ ഹാപ്പിയാണ്, വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ. ആൾക്ക് റെഫറൻസൊക്കെ ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെയായിരുന്നു ആൾ തന്നിരുന്നത്. സെയിം അതേ ഹെയർ സ്റ്റൈലും മേക്കപ്പൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതിലും സന്തോഷമായി. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോഴേക്കും ഓടി വന്നു ഫോട്ടോഗ്രാഫേഴ്സ്. പിന്നെ ഞാൻ മരിയയെ ഫോട്ടോഗ്രാഫേഴ്സിന് കൊടുത്തു. അപ്പോഴേക്കും മരിയയുടെ സിസ്റ്ററും മരിയയുടെ അമ്മയും റെഡിയാവാൻ വേണ്ടി വന്നു. അവരെയും റെഡിയാക്കിയതിന് ശേഷം നമ്മളുടെ ഇന്നത്തെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. മെയ് 17-നായിരുന്നു എനിക്കിവിടെ വർക്ക് ഉണ്ടായിരുന്നത്, എൻഗേജ്മെൻറ്റ്. ഇനി 24-ന് എന്തായാലും മരിയയുടെ വെഡ്ഡിങ് ലുക്കിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.